ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം. ചർച്ച വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പാർലമെന്റ് കവാടത്തിൽ സോണിയാഗാന്ധിയുടെ പ്രതിപക്ഷ ധർണ. പ്രതിഷേധത്തിനിടെ ലോക്സഭ തടസ്സപ്പെട്ടു. ശരത് ലാൽ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ശരത് ലാൽ, ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യമാണോ? സോണിയാഗാന്ധിയുടെ പ്രതിപക്ഷ ധർണയിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അണിനിരക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പ്രതിപക്ഷ കക്ഷികൾ, ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ കക്ഷികളും ധർണയിൽ, സോണിയാഗാന്ധി നേതൃത്വത്തിലുള്ള ധർണയിൽ പങ്കെടുത്തു. DMKയുടെ കനിമൊഴി, അതേപോലെ CPM, CPI തുടങ്ങിയ ഇടതുപക്ഷ പാർട്ടികളും അതേപോലെ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ധർണയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് പാർലമെന്റ് പ്രക്ഷുബ്ധമായി. പാർലമെന്റ് ബഹളം കാരണം പാർലമെന്റ് 2 മണിവരേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെക്കാൻ സ്പീക്കർ ധാരണയായിട്ടുണ്ട്. ഏതായാലും പ്രതിപക്ഷം ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ബീഹാറിലെ വോട്ടർ പട്ടിക പുനഃക്രമീകരണം SIR പൂർണ്ണമായി റദ്ദാക്കണം. ഇത് സംബന്ധിച്ച് സർക്കാർ നിലപാടെടുക്കണം. ഇലക്ഷൻ കമ്മീഷന് നിർദ്ദേശം നൽകണം എന്നൊരു ഓൾ പാർട്ടി പ്രമേയം അവതരിപ്പിക്കാൻ അനുവദിക്കണമെന്നാണ് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം ഇന്ന് ധർണയിൽ ആവശ്യപ്പെട്ടത്. ഏതായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും യോജിപ്പോടെയുള്ള ഒരു ധർണ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആം ആദ്മി പാർട്ടി ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളും ഈ ധർണയിൽ പങ്കെടുത്തു എന്നത് വളരെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം പങ്കെടുത്തു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി ലോക്സഭയിലും രാജ്യസഭയിലും ഒറ്റക്കെട്ടായി NDA BJP ഭരണപക്ഷത്തെ നേരിടാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പാർലമെന്റ് കവാടത്തിൽ ഇന്ന് മുഴുവൻ MPമാരെയും കൂട്ടിച്ചേർത്തുള്ള സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ധർണ, മുദ്രാവാക്യങ്ങൾ മുഴുവൻ വിളിയും ബീഹാറിനെ സംബന്ധിച്ചായിരുന്നു. ബീഹാറിലെ വോട്ടർ പട്ടിക ക്രമീകരണം ഒരു വിഭാഗത്തെ മാറ്റി നിർത്താനുള്ള BJPയുടെ തന്ത്രമാണെന്ന് എന്ന മുദ്രാവാക്യം ആ ധർണയിൽ മുഴങ്ങിയിരുന്നു. ലക്ഷ്മി, ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹിയിൽ നിന്ന് ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ശരത്, ധൻഖർ വിഷയവുമുണ്ട്. ധൻഖറിന്റെ രാജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നില്ലേ പ്രതിപക്ഷം ഈ ദിവസവും? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ടാണ് ധൻഖറിന്റെ രാജിയെക്കുറിച്ച് 5 ചോദ്യങ്ങളാണ് ധൻഖർ രാജിയെക്കുറിച്ച് പ്രതിപക്ഷം സർക്കാരിനോട് ആവശ്യപ്പെട്ട്. എന്തുകൊണ്ട് ഉപരാഷ്ട്രപതി രാജിവെച്ചു? ഉപരാഷ്ട്രപതിയുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെഡിക്കൽ ബുള്ളറ്റിൻ എന്തുകൊണ്ട് സർക്കാർ പുറത്തുവിടുന്നില്ല, അല്ലെങ്കിൽ രാജ്യസഭാ സെക്രട്ടറി പുറത്തുവിടുന്നില്ല? മൂന്നാമത്, പ്രധാനമന്ത്രിയുടെ സമ്മർദ്ദം മൂലമാണോ ഉപരാഷ്ട്രപതി രാജിവെക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് കുഴപ്പം വന്നത് BJP സർക്കാരും പ്രധാനമന്ത്രിയും നടത്തിയ സമ്മർദ്ദം മൂലമാണോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത്. ഇതുതന്നെയാണ് പ്രതിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും ഉയർത്തുന്നതും. ധൻഖറിന്റെ രാജി വിഷയം അണയാതെ കത്തി നിൽക്കുന്ന ഒരു വിഷയമായി ബീഹാറിനോടൊപ്പം തന്നെ പ്രതിപക്ഷം ഉയർത്തുകയാണ്. പ്രതിപക്ഷത്തോടൊപ്പം തന്നെ ആ കാര്യത്തിൽ പ്രതിപക്ഷം വളരെ കൂടുതലായി മുന്നോട്ട് പോയിരിക്കുന്നു. പ്രതിപക്ഷം ഇത് പൊതുസമ്മേളനങ്ങളും പൊതുവേദികളും ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ധൻഖർ എന്തുകൊണ്ട് രാജിവെച്ചു? രാജ്യസഭയിലെ ഉപാധ്യക്ഷൻ ഒന്നും പറയാതെ എന്തുകൊണ്ട് രാജിവെച്ചു? ആരോഗ്യ കാരണമാണെങ്കിൽ അതിൻ്റെ മെഡിക്കൽ ബുള്ളറ്റിൻ റിപ്പോർട്ട് എവിടെ? ഇന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ് ലക്ഷ്മി ധൻഖർ വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇന്ത്യ മുന്നണിയുടെ ധർണ നടക്കുകയാണ് പാർലമെന്റ് കവാടത്തിൽ. ഇന്നും ലോക്സഭ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. ശരത്, ഈ വിഷയത്തിൽ എന്തെങ്കിലും തരം മറുപടികൾക്കുള്ള സാധ്യതയുണ്ടോ? ഏത് രീതിയിലാണ് ഭരണപക്ഷം ഇതിനെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഭരണപക്ഷത്തെ സംബന്ധിച്ചുള്ള അടുത്ത ആഴ്ച പൽഗാം വിഷയത്തിൽ ചർച്ച തുടങ്ങുകയാണ്. ലോക്സഭയിൽ 16 മണിക്കൂർ പൽഗാം വിഷയം തിങ്കളാഴ്ച മുതൽ ചർച്ച ചെയ്യാനാണ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ പ്രതിപക്ഷവും അതുപോലെ ഭരണപക്ഷവും ധാരണയായത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നാളെ കൂടി മാത്രമേ സഭയുള്ളൂ. ഇന്നും സഭ നിർത്തിവെക്കാനുള്ള, പ്രതിപക്ഷം സഭയിൽ ബഹളം വെക്കുകയാണെങ്കിൽ സഭ നിർത്തിവെക്കുമെന്ന നിലപാടിലാണ് സ്പീക്കർ. ഏതായാലും സഭ നിർത്തിവെക്കും എന്നുള്ളൊരു സൂചന നേരത്തെ തന്നെ പ്രതിപക്ഷത്തിന് ഭരണപക്ഷം നൽകിയിട്ടുണ്ട്. ബഹളം നടക്കുകയാണെങ്കിൽ സഭയിൽ ഇക്കാര്യം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഏതായാലും പഹൽഗാം വിഷയത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യാം. പഹൽഗാം വിഷയത്തിൽ ചർച്ച 16 മണിക്കൂർ നടക്കും. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച വരെ, തിങ്കളാഴ്ച വരെ സഭ നടപടികൾ തടസ്സപ്പെടുമെന്ന് തന്നെയാണ് പ്രതിപക്ഷത്തു നിന്നും അതുപോലെ ഭരണപക്ഷത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന. ലക്ഷ്മി, ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഡൽഹിയിൽ നിന്ന്.